ഞാനിപ്പോൾ നിൽക്കുന്നത് മോട്ടോസോളിൽ നമ്മുടെ റേസ് ഡൈനാമിക്സിൻ്റെ സ്റ്റാളിൻ്റെ ഫ്രണ്ടിലാണ്. റേസ് ഡൈനാമിക്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഫ്യൂൽ എക്സ് എന്നോ പവർ ട്രോണിക് എന്നോ പറഞ്ഞാൽ അറിയാൻ കൂടുതൽ സാധ്യത ഉണ്ടാകും. സോ അവരുടെ ആ ഒരു സ്റ്റോളിൻ്റെ മുന്നിൽ നിന്നപ്പോഴാണ് എനിക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള അറിവ് കിട്ടിയത്. അതായത് നമ്മളുടെ TVS റോണിൻ 225-ന് റേസ് ഡൈനാമിക്സ് ഫ്യൂൽ എക്സും അതുപോലെ തന്നെ പവർ ട്രോണിക്കും പിക്കി ബാക്ക് ECUs പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1 month ബാക്കാണ് അവർ അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ പ്രൊഡക്ട്സ് കാണാൻ സാധിക്കാൻ പറ്റി, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കാൻ പറ്റി. സോ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എനിക്ക് ഫേസ് ചെയ്ത ഒരു ബുദ്ധിമുട്ട് റിസോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് എനിക്കിവിടെ വന്നപ്പോഴത്തേക്ക് ഈ പ്രൊഡക്ട്സ് തോന്നിയത്. അപ്പം എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ, ഇതെങ്ങനെയൊക്കെ നമ്മുടെ റോണിൽ വർക്ക് ചെയ്യും, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ഇത് വെച്ചാൽ എന്തെങ്കിലും ഗുണം ഉണ്ടോ ദോഷമുണ്ടോ എന്നീ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത്. സോ ദീസ് ആർ ദ മെയിൻ 2 പ്രോഡക്ട്സ് വിച്ച് ഇംപ്രൂവ്സ് അവർ എഞ്ചിൻ പെർഫോമൻസ്. നമുക്കിവിടെ പവർ ട്രോണിക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്യൂൽ എക്സും വരുന്നുണ്ട്. ഇത് രണ്ടും പിക്കി ബാക്ക് ECUs ആണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പോൾ അത് എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഫ്യൂൽ എക്സ് പ്രോയുടെ ബോക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഫ്യൂൽ എക്സ് പ്രോ എന്ന് പറയുന്നത് റോണിൻ്റെ മിഡ് റേഞ്ച്, ബോട്ടം എൻഡ്, ടോർക്കിലുള്ള പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ട്യൂണിങ് അടങ്ങുന്ന ഒരു പിക്കി ബാക്ക് ECU ആണ്. അതായത് ഈ ഒരു സാധനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോക്ക് റോണിൻ്റെ എൻജിൻ പെർഫോമൻസിലെ ടോർക്ക് ഡെലിവറി കുറച്ചും കൂടെ സ്മൂത്ത് ആവും, കുറച്ചും കൂടെ റെസ്പോൺസീവ് ആവും. ആ ഒരു ഓവറോൾ നമ്മുടെ റൈഡ് ഫീൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എൻഗേജ് ആവുന്നതായിരിക്കും. അപ്പം അതിനാണ് നമ്മൾ ഈ ഒരു ഫ്യൂൽ എക്സ് എന്ന് പറയുന്ന മോഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആഫ്റ്റർ മാർക്കറ്റ് പിക്കി ബാക്ക് ECUസിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ്, ഇങ്ങനെ ഒരു ഐറ്റം നമ്മുടെ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യത ഉണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ എൻജിൻ സൈഡിൽ നിന്ന് നമ്മുടെ എൻജിൻ്റെ റിലയബിലിറ്റി ഇത് ബാധിക്കാമോ, ഡാമേജ് സംഭവിക്കാമോ, വണ്ടി ഓവർ ഹീറ്റ് ആവാമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ളൊരു സാധനം നമ്മുടെ വാഹനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള ഒരു പ്രശ്നവും നമ്മുടെ വാഹനത്തിന് വരാനേ പോകുന്നില്ല. ആക്ച്വലി ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ള ECUs എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോമൺലി ട്യൂൺഡ് സാധനമായിരിക്കും. അതായത് ഏത് തരം ആൾ ഓടിച്ചാലും എഞ്ചിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും വരരുത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു മെയിനായിട്ട് എമിഷൻ നോംസ് മീറ്റ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് മനസ്സിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ പെർഫോമൻസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, റൈഡ് ഫീലിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കോംപ്രമൈസ് എന്ന് പറയുമ്പം അതൊട്ടും ഇല്ല എന്നല്ല, എന്നാലും എല്ലാവർക്കും ഓക്കെ എന്ന് പറയുന്ന രീതിക്കാവും എല്ലാ വാഹനങ്ങളും സ്റ്റോക്കായിട്ട് ഇറങ്ങാം. പക്ഷേ അതിൽ നിന്നും ഇപ്പോൾ നമ്മളെപ്പോലുള്ള റൈഡിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, സ്ഥിരമായിട്ട് റൈഡ് ചെയ്യുന്ന ആൾക്കാർ, വാഹനത്തെ ഒരുപാട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് തന്നെ സ്റ്റോക്ക് ECUസിനെ അത്ര ഇഷ്ടമല്ല. കാരണം ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ റോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഹൈവേയിൽ അതിൻ്റെ പെർഫോമൻസ് മോശമാണ് കമ്പയറിങ് ടു ഇറ്റ്സ് സിറ്റി യൂസേജ്. സോ എല്ലാ തരം സിറ്റുവേഷൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ വാഹനം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ അതിന് പറ്റിയൊരു സൊല്യൂഷനാണ് ഇതുപോലെയുള്ള ആഫ്റ്റർ മാർക്കറ്റ് പിക്കി ബാക്ക് ECUs എന്ന് പറയുന്നത്. സിംപ്ലി നമ്മുടെ വാഹനത്തിന് ഓൾറെഡി സ്റ്റോക്കായിട്ടുള്ള ECUവിലെ റീഡിങ്സ് ഇത് ഇങ്ങെടുക്കും. എന്നിട്ട് ഇതിൽ കുറച്ച് ട്യൂണിങ്സ് ഉണ്ട്. ആ റീഡിങ്സ് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂലിംഗ് ബെറ്റർ ആക്കാം, അതായത് പെർഫോമൻസ് ഒന്ന് പീക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഫ്യൂലിംഗ് ബെറ്റർ ആക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓവറോൾ ആ എഞ്ചിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ പ്ലസൻ്റ് ആക്കുക, എല്ലാ റൈഡേഴ്സിനും ഇഷ്ടപ്പെടുന്ന രീതിക്ക് അതിൻ്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുക, അതിൻ്റെ റെസ്പോൺസ് ബൂസ്റ്റ് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് ഇതിൽ ഫ്യൂൽ എഫിഷ്യൻസി വരെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഞാൻ കേരളത്തിൽ നിന്ന് ഗോവ വരെ ഓടിച്ചുകൊണ്ട് വന്ന സമയത്തേക്ക് റോണിൽ ഞാനൊരു 70 to 80 കിലോമീറ്റർ പിടിച്ച് പോയ സമയത്ത് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 45 km/ലിറ്റർ ആണ്. അത് വളരെ നല്ലൊരു മൈലേജ് ആണ് ഒരു 225cc ബൈക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. പക്ഷേ ദ മൊമെന്റ് ഐ ഗോ ബിയോണ്ട് ദാറ്റ് സ്പീഡ് ലിമിറ്റ്, അതായത് ഒരു 90 to 100 ഞാനൊരു ഹൈവേയിൽ പിടിച്ച് പോവുകയാണ്, ക്രൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ റോണിൻ്റെ മൈലേജ് എനിക്ക് ഡ്രോപ്പ് കാണാൻ സാധിക്കും. ഇത് ഞാൻ വെറുതെ 1 ലിറ്റർ ഒഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്തതല്ല, ടാങ്ക് ടു ടാങ്ക് ഞാൻ നോക്കിയാണ് കണ്ടിന്യൂസ്ലി 150-200 കിലോമീറ്റേഴ്സ് ഓടിക്കുന്നതിൽ നിന്നും പറയുന്നൊരു കാര്യമാണ്. സോ അത് സംഭവിക്കാൻ കാരണം ആ ഒരു എഞ്ചിനെ കൂടുതലും അതിൻ്റെ മാനുഫാക്ചർ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ എമിഷൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയും പെയ്യൊക്കെ ഓടിക്കുന്ന സമയത്തേക്ക് നല്ല മൈലേജ് കിട്ടാനൊക്കെയാണ്. നമ്മൾ ഹൈ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടിയുടെ എഞ്ചിൻ അതിനനുസരിച്ച് കീപ്പ് ചെയ്യില്ല, സ്റ്റോക്ക് ECU കീപ്പപ്പ് ചെയ്യില്ല. അവിടെയാണ് ഇതുപോലെയുള്ളതിൻ്റെ ഗുണം വരുന്നത്. പക്ഷേ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്യൂൽ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ലോ എൻഡും മിഡ് റേഞ്ചും ടോർക്കിനെ ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണ്. ഫ്യൂൽ എക്സ് പ്രോഡക്ട്സ് ആർ ഓൾവേസ് ലൈക്ക് റേസ് ഡൈനാമിക്സ് ഇറക്കുന്ന ഫ്യൂൽ എക്സ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും ടോർക്കിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ റോണിൻ സിറ്റിയിലാണ് അല്ലെങ്കിൽ നോർമൽ ഡെയിലി കമ്മ്യൂട്ടിങ്ങിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് പറ്റിയൊരു പ്രോഡക്റ്റ്. കാരണം നമ്മുടെ ടോർക്ക് ഇൻക്രീസ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹയർ ഗിയേഴ്സിൽ ലോവർ സ്പീഡ്സിൽ പോകാൻ സാധിക്കും. വിത്ത് പില്ലൺ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കും. വാഹനത്തിൻ്റെ റെസ്പോൺസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഫ്യൂൽ എഫിഷ്യൻസി ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ സ്റ്റോക്ക് ECUവിൽ ഒരു 25% ത്രോട്ടിൽ ഓപ്പൺ ചെയ്യേണ്ടത് ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 20%-ഓ 15%-ഓ ആവശ്യം വരുന്നുള്ളൂ. സോ അത്ര ഓപ്പൺ ആപ്പോൾ തന്നെ ഇത് കറക്റ്റ് ഫ്യൂലിംഗ് എഞ്ചിന് കൊടുക്കുകയും അതിനനുസരിച്ചുള്ള പെർഫോമൻസ് എഞ്ചിൻ തരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി, ബെറ്റർ റൈഡ് ഫീൽ ഒക്കെ തന്നെ
ഇതിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. സോ അതാണ് ഇതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ റീസൺ. ഇനിയും ഓവർ ഹീറ്റ് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ആൻസർ. കാരണം ഓവർ ഹീറ്റ് വരുത്താനായിട്ട് ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അവർ അതിൻ്റെ ഹീറ്റിങ്ങിനെ പറ്റിയിട്ട് മനസ്സിൽ കണ്ടു തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇവരിത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ കൊടുക്കുന്ന ഫ്യൂലിങ്ങിനനുസരിച്ച് വണ്ടി ഓവർ ഹീറ്റ് ആവുന്നു കാണുമ്പോഴത്തേക്ക് അവർ ആ ഫ്യൂലിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തും വിത്തൗട്ട് ലൂസിങ് ദ പെർഫോമൻസ്. സോ അങ്ങനെ അവർ ചെയ്ത് ഫൈൻ ട്യൂൺ വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രൊഡക്ഷൻ മോഡലിലേക്ക് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും കാലമൊന്നും ഒരു കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല മാർക്കറ്റിൽ. നിങ്ങൾ ഈ ഫ്യൂലെക്സിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റേസ് ഡൈനാമിക്സിൻ്റെ ഒക്കെ തന്നെ ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാവും. ഇത് 5-6 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ളതാണ്. കൂടുതലും KTM ബൈക്സിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് പെർഫോമൻസിന് വേണ്ടി മാത്രമാണ്. അങ്ങനല്ല. ഇന്ന് ഈ റോണിനും ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം റോണിന് ആക്ച്വലി ഇതുപോലുള്ള ആഫ്റ്റർ മാർക്കറ്റ് സ്പോർട്സ് വളരെ വളരെ വിരളമാണ്. വേണമെന്നുണ്ട് നമ്മൾ തപ്പിയാൽ പോലും കിട്ടണമെന്നില്ല. പക്ഷേ ഇന്ന് ഈ ഒരു TVS ഇവൻറ്റിൽ ഇവർ സ്റ്റോളിൽ TVS പ്രോഡക്റ്റ്സ് ആണ് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോണിൻ അപ്പാഷെ സീരീസുകൾക്കുള്ള ഈ പ്രോഡക്റ്റ്സ് ആണുള്ളത്. നല്ലൊരു ഡിസ്കൗണ്ടും ഇപ്പോൾ ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും എന്താണ് ഈ ബോക്സിൻ്റെ കൂടെ നമുക്ക് കിട്ടുക, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ആക്ച്വലി ബോക്സിൻ്റെ പുറത്ത് വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് അഡാപ്റ്റ് എന്ന് പറയുന്ന സാധനം. അതായത് നിങ്ങൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കസ്റ്റം ട്യൂൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ വെച്ച എക്സോസ്റ്റിൻ്റെ അനുസരിച്ച് പെർഫോമൻസും ഫ്യൂൽ എഫിഷ്യൻസിയും ഒക്കെ തന്നെ തരാവുന്ന രീതിക്ക് ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്കൊരു സ്റ്റോക്ക് ECUവിൽ ചെയ്യാനേ സാധിക്കില്ല. സ്റ്റോക്ക് ECUവിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് മാനുഫാക്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനപ്പുറം നമുക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പിഗ്ഗി ബാഗ്സ് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് എയർ ഫിൽറ്ററിൻ്റെ കാര്യത്തിലും സെയിം ആണ്. അതിനനുസരിച്ച് നമുക്ക് അതിനെ ട്യൂൺ ചെയ്യാം. അപ്പോൾ ഒരു എയർ ഫിൽറ്ററും എക്സോസ്റ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് നിങ്ങളങ്ങ് പ്രതീക്ഷിക്കില്ല ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്കിൽ വെച്ച് ഒരുപാട്. ഞാൻ ഫിഗേഴ്സിനെ പറ്റിയിട്ട് പിന്നീട് പറയാം. ഓട്ടോ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ അഡാപ്റ്റ്, അതായത് നമ്മുടെ ഹീറ്റിംഗ്, നമ്മുടെ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ, എഞ്ചിൻ ടെമ്പറേച്ചർ ഒക്കെ അതിനനുസരിച്ച് ഫ്യൂവലിങ്ങിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റീസ് ഈ സാധനത്തിനുണ്ട്. അതുതന്നെ ആൾട്ടിറ്റ്യൂഡ് അഡാപ്റ്റേഷനും ഉണ്ട്. നമ്മുടെ ഇവിടെ ഗോവയിൽ ഓടിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഹിമാലയത്തിൽ ഓടിക്കുമ്പോഴത്തേക്ക് ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ആവും, എയർ പ്രഷർ ചേഞ്ച് ആവും, എയറിൻ്റെ ഡെൻസിറ്റി ചേഞ്ച് ആവും. അതിനൊക്കെ അനുസരിച്ച് ഫ്യൂലിങ്ങിൽ കോമ്പൻസേഷൻ വരുത്തിക്കൊണ്ട് എഞ്ചിൻ പെർഫോമൻസ് ബെറ്റർ ആക്കാനായിട്ട് ഇതുപോലുള്ള പ്രോഡക്ട്സ് കൊണ്ട് സാധിക്കും. അതുതന്നെ വാട്ടർ ആൻഡ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഓഫ് കോഴ്സ് നമ്മുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്നതാണ്, എക്സ്റ്റേണൽ യൂസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ എലമെൻസുമായിട്ടൊക്കെ തന്നെ ഇത് ചേർന്ന് നോക്കോളും. ഒരു ഡാമേജ് വരാൻ പോകുന്നില്ല. ഷോക്ക് പ്രൂഫ് ആണ്. 24 months ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. അതായത് 2 years ആണ് കമ്പനി ഈ ഒരു ഫ്യൂലെക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബോക്സിനുള്ളിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ECU മൊഡ്യൂളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ഉണ്ട്, വയറിംഗ് ഹാർനസസ് ഉണ്ട്, യൂസർ മാനുവലുണ്ട്. അങ്ങനെ ഇതിന് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സംശയമായിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാറണ്ടി അഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. ആക്ച്വലി അത് നിങ്ങളുടെ ഡീലറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ഡീലർ കുറച്ച് നല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചതുകൊണ്ട് നിങ്ങളുടെ വാറണ്ടി കട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. കാരണം ദിസ് ഈസ് സിംപ്ലി പ്ലഗ് ആൻഡ് പ്ലേ. നമ്മൾ വയറിങ്ങിലൊന്നും ഒരു വിധത്തിലുള്ള ആൾട്ടർനേഷനും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വാറണ്ടി കട്ടാവേണ്ട ആവശ്യമില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡീലേഴ്സ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം വെക്കുകയാണെങ്കിൽ തന്നെ യുവർ ഓൺ റിസ്ക് വെക്കുക എന്നുള്ളൂ. പക്ഷേ വെക്കുന്നത് കൊണ്ട് വലിയ റിസ്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിപ്പം ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് വെച്ചിട്ട് എഞ്ചിൻ പൊട്ടിത്തെറിച്ച് പോയതായിട്ടുള്ള ചരിത്രമൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ വരാനും പോകുന്നില്ല. കാരണം ടെക്നോളജിയെ പറ്റിയിട്ടും ബിഹൈൻഡ് അതിൻ്റെ സയൻസിനെ പറ്റിയിട്ടും അറിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫ്യൂലെക്സിൻ്റെ ആ ഒരു പിക്കി ബാഗ് ECU മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ കണക്ഷൻ പിൻസാണ് നമുക്ക് വരുന്നത്. ബ്രേഡഡ് കേബിൾ വരുന്നുണ്ട്. നല്ല നീറ്റ്ലി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന കേബിളിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റി നമുക്ക് ഇൻ ഹാൻഡ് ഫീൽ ചെയ്യാൻ സാധിക്കും. പോരാത്തതിന് ഇത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്, ഷോക്ക് പ്രൂഫും ആണ്. ഇതാണ് ബോക്സിനുള്ളിൽ വരുന്ന മാപ്പ് സ്വിച്ച് എന്ന് പറയുന്നത്. ഏകദേശം 10 മാപ്പോളമാണ് നമുക്ക് ഈ ഒരു ഫ്യൂലെക്സ് പ്രോയിൽ കിട്ടുന്നത്. അത് പ്ലസ് ആൻഡ് മൈനസ് സ്വിച്ച് ചെയ്യാനുള്ളൊരു ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്. ആക്ച്വലി ഈ വയറിങ് അതുപോലെ തന്നെ ഈ ഡിവൈസ് എല്ലാം തന്നെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നതാണ്, ഓട്ടോമൊബൈൽ സ്റ്റാൻഡേർഡ്. അപ്പം ഇതെല്ലാം തന്നെ ഹീറ്റ്, വാട്ടർ ആൻഡ് ഷോക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ അധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല നിങ്ങളിതൊന്ന് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെയും അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മാപ്പിലൂടെയും സ്വിച്ച് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹാൻഡിൽ ബാറിൽ മൗണ്ട് ചെയ്യും. ഇതാണ് ഇതിൽ വരുന്ന 10 മാപ്പുകൾ. അതായത് 1, 2, 3, 4, 5 to 10 ആണ് വന്നിരിക്കുന്നത്. മുകളിലുള്ള മാപ്സ് എന്ന് പറയുന്നത് കുറച്ച് ലീൻ ആയിട്ടുള്ളതാണ്. ഒരു 3 വരുമ്പോഴത്തേക്ക് സ്റ്റോക്കിനോട് അടുത്തുള്ള പെർഫോമൻസ് ആണ്. അതിന് താഴേക്കാണ് നമുക്ക് റിച്ച് ഫീലിംഗ് കിട്ടുന്നത്. സോ നമ്മുടെ പെർഫോമൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത്. 9,990 രൂപയാണ് ഈ ഒരു ബോക്സ് MRP വരുന്നത്. ഇനി ഇത് വാങ്ങിയാൽ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും പേടിക്കേണ്ട കാര്യമില്ല. കുറച്ച് നോളജ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മാനുവൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഒരു വയർ കട്ടിങ് ആവശ്യമില്ല, വേറെ ഒരു വയറിംഗ് ഓൾട്ടർനേഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ വാഹനത്തിൽ ഓൾറെഡി ഉള്ള കപ്ലേഴ്സിലോട്ട് ഇതിൻ്റെ കൂടെ വരുന്ന കപ്ലേഴ്സ് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ വരുന്ന ഒരു ടാസ്ക് ആയിട്ടുള്ളത്.
വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾക്കത് അറിയില്ല, പേടിയാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ അത് ചെയ്തും തരുന്നതായിരിക്കും. എറണാകുളം, കൊല്ലം, തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ മറ്റ് ഡീലേഴ്സുമായിട്ട് ചേർന്ന് അവർ നടത്തുന്നുണ്ട്. മേജറായിട്ടുള്ള അവിടെയുള്ള ഡീലേഴ്സൊക്കെ തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്നാണെങ്കിലും ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അടുത്ത പവർട്രോണിക്കിലേക്ക് പോകാം. അതാണ് ഒരു ജില്ലാടി സാധനം. പവർട്രോണിക്സ് സാധാരണ എല്ലാവരും വിചാരിക്കുന്ന KTM ബൈക്കുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണെന്നല്ല. അങ്ങനെയല്ല, ഇത് നമ്മുടെ റോണിന് വേണ്ടിയിട്ടുള്ള പവർട്രോണിക്കാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നാം റോണിന് വേണ്ടി ഈ സാധനമൊക്കെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടോയെന്ന്. ലാസ്റ്റ് മന്താണ് ഇവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഹൈവേയിൽ റോണിന് അത്ര ടോപ്പ് ആൻഡ് പെർഫോമൻസ് ഇല്ല എന്നുള്ളത്. അത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണിത്. കാരണം പവർട്രോണിക്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ ഹോഴ്സ് പവർ ഇൻക്രീസ് ചെയ്യുക, ടോപ്പ് ആൻഡ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക, ടോപ്പ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, ആ ഒരു ആക്സലറേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിഗ്ഗി ബാക്ക് ECU ആണ് ഈ ഒരു ബോക്സിനുള്ളത്. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനും ആപ്ലിക്കബിൾ ആണ്. അതായത് ഇത് നമുക്ക് ഷോക്ക്, ഹീറ്റ്, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ എഞ്ചിന് ഒരു ദോഷമായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അതിന് വേണ്ടിയിട്ട് പക്കായിട്ട് ഒരു ട്യൂൺ ചെയ്ത സാധനമാണ്. നിങ്ങൾക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞാനൊരു 6000 RPM പിടിച്ച് പോകുമ്പോഴത്തേക്ക് 80 km/h എനിക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ആ 6000 RPM എനിക്ക് ചിലപ്പം 90-ഓ 95-ഓ പോകാൻ പറ്റി എന്ന് വരാം. അതാണ് ഇതിൻ്റെ മെയിൻ ഉപയോഗം. അതായത് നമ്മുടെ എഞ്ചിൻ്റെ ലോഡ് കുറച്ചുകൊണ്ട് പെർഫോമൻസിനെ കൂട്ടുക എന്നുള്ളതാണ്. ബെറ്റർ ഫ്യൂലിംഗ് ഉണ്ട് ഇതുപോലെയുള്ള പിഗ്ഗി ബാക്ക് റിസർവേഴ്സ് അല്ലെങ്കിൽ പിഗ്ഗി ബാക്ക് ECUs ചെയ്യുന്നത്. അതുപോലെ ഒരു പവർട്രോണിക് മോഡലിൻ്റെ ഗുണമാണ് നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററും ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ റോണിന് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നില്ല, എന്നാൽ ഇവരുടെ ക്വിക്ക് ഷിഫ്റ്ററും നമുക്ക് ഇതിനോടൊപ്പം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് അഡീഷണൽ ആയിട്ട് പർച്ചേസ് കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് യൂസിങ് ദ ക്ലച്ച് അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അപ്പ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ, ഡൗൺ വരുന്നില്ല. ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് അല്ല, ഓൺലി ക്വിക്ക് ഷിഫ്റ്റേഴ്സ്. സോ അതില്ലാത്ത വാഹനങ്ങളിൽ RTR മോഡൽസിലാണെങ്കിലും റോണിലാണെങ്കിലും നമുക്ക് അതും ഈ ഒരു ഡിവൈസ് വെക്കുന്നത് കൊണ്ട് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19,500 rupees MRP വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ആ ഒരു ക്വിക്ക് ഷിഫ്റ്റ് കൂടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ 13,000 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും. സോ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റോണിൽ അല്ലെ അപ്പാഷ മോഡൽസൊക്കെ തന്നെ കുറേ കൂടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അഥവാ ഇനി നിങ്ങളുടെ വണ്ടിക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടെന്ന് വെച്ചോ, അതായത് ഇപ്പോൾ KTMൻ്റെ പുതിയ 390 മോഡൽസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ TVSൻ്റെ തന്നെ അപ്പാഷ RTR 310 ആണ് നിങ്ങളുടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ ഉള്ള ആ ഒരു ക്വിക്ക് ഷിഫ്റ്റിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ സ്മൂത്ത് ആവുകയും കുറച്ചും കൂടെ പ്രിസൈസ് ആവുകയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് മാറും. സോ അതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. നിങ്ങളൊരു സീരിയസ് മോട്ടോർ സൈക്ലിസ്റ്റ് ആണ്, ഒരു റൈഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് ഈസി ആക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആ ഒരു വാഹനം ഓടിക്കുന്നതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഡിവൈസാണ് നിങ്ങൾ പറഞ്ഞത്. വളരെ സീരിയസ് പീസ് ഓഫ് ടെക്സ് ആണ് ഗൈസ്. ഇത് വെറുതെ നമ്മൾ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു ബാഷ് പ്ലേറ്റ് മാറ്റുന്ന പോലോ അല്ലെങ്കിൽ ക്യാരിയർ വെക്കുന്ന പോലെയുള്ള ദീസ് ആർ സം ഇമ്പോർട്ടൻറ്റ് മോഡിഫിക്കേഷൻസ്. ഓൾസോ എ വെരി ബിഗ് താങ്ക്സ് ടു ദ ടീം റേസ് ഡൈനാമിക്സ്. അവർ ഭയങ്കര പേഷ്യൻസ് ആയിരുന്നു. നമ്മൾ ചോദിച്ച എല്ലാ പൊട്ടത്തരങ്ങൾക്കുമുള്ള ആൻസേഴ്സ് അവർ തന്നു. വളരെ പ്രൊഫഷണലായിട്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. സത്യമേ നിങ്ങളെപ്പോലെ എനിക്കും ആദ്യമൊക്കെ ഈ ഒരു പേടി ഉണ്ടായിരുന്നു, ഇതുപോലുള്ള ഡിവൈസ് വാഹനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതൊന്നും അത്ര വലിയ തല പോകുന്ന കേസുകെട്ടുകളല്ല. ഗുണമാണ് കൂടുതൽ വരുന്നത്. മൈലേജ് ഡ്രോപ്പ് കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ അധികം സംഭവിക്കില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ലൈക്ക് ഇപ്പം നിങ്ങൾ നല്ല അറിഞ്ഞങ്ങോട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിലും അതല്ല ഈ സാധനം വെച്ചെന്ന് പറഞ്ഞാലും മൈലേജ് ഡ്രോപ്പ് വരും. പക്ഷേ നമ്മൾ നോർമലി ഒരു ടൂറിംഗ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ട്രാക്കിൽ ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ പവർട്രോണിക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം പെർഫോമൻസ് നിങ്ങളുടെ എഞ്ചിനകത്തുനിന്ന് വരുന്നതായിരിക്കും. ഇനി അതല്ല, ഞാനിതിനെ കാണുന്നത് എൻ്റെ ടൂറിംഗ് പർപ്പസിന് വേണ്ടിയാണ്. റോണും കൊണ്ട് ഞാൻ ട്രാക്കിൽ ഇറങ്ങാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ടൂറിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹൈവേയിൽ കുറേ കൂടെ ടോപ്പ് ആൻഡ് പെർഫോമൻസ് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. സോ അത് 100% ഈ ഒരു സാധനം കൊണ്ട് എനിക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട്. അപ്പം എന്തായാലും ഭാവിയിൽ നിങ്ങൾക്ക് നമ്മുടെ റോണിലും ഇതുപോലൊരു ഐറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ ഞാൻ എന്തായാലും ഇതിലൊരെണ്ണം പോക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് മാത്രം കേൾക്കണ്ട, നിങ്ങളുടെയും കൂടെ റിസർച്ച് ചെയ്യുക. അപ്പോൾ അതാണ് ഇതിനെ പറ്റിയിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇടുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.